ക്രേപ്പ് പേപ്പർ വെച്ചിട്ടുള്ളൊരു ഫ്ലവറിൻ്റെ ഒരു സ്റ്റെമ്മാണ് നമ്മളിന്ന് ചെയ്യാൻ പോണത്. ഇതിപ്പോൾ ഈ ക്രേപ്പ് പേപ്പർ ഇത് ഫുൾ പീസാണ്. ഇതിപ്പോൾ ഞാൻ എടുക്കാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ലെങ്ത് വൈസ് വേണം ചെയ്യാനായിട്ട്. എപ്പോഴും ക്രേപ്പ് പേപ്പറൊക്കെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ലെങ്ത് വൈസ് വേണം അതിനെ കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാനതിൻ്റെ വിഡ്ത്തിൻ്റെ ഏരിയ എടുത്തിട്ട് അതിന് മൂന്ന് പാർട്ടാക്കി എടുത്തിട്ട് അത് ഞാൻ കട്ട് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഇത് ഏകദേശം ഒരു 20 ഇഞ്ച് വിഡ്ത്തിലേക്കാണ്. അപ്പോൾ അതിന് ഞാനൊന്ന് മൂന്നാക്കി എടുത്തതേ ഉള്ളൂ. ഒരു 7 ഇഞ്ച് വിഡ്ത്തിലേക്ക് പോകുന്ന രീതിയിൽ എടുക്കുക. എന്നിട്ട് നമ്മളതിനെ ലെങ്ത് വൈസാണ് ചെയ്യാൻ പോകുന്നത്. ഇതിനെ കട്ട് ചെയ്ത് ഓരോ പീസാക്കി എടുക്കണം. ഇതുപോലെ പീസ് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഇതെങ്ങനെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പീസിനെ ഇങ്ങനെ ലെങ്ത് വൈസ് പിടിച്ചിട്ട് ഒരു കോർണറിൽ നിന്ന് പതുക്കെ നമുക്ക് കട്ട് ചെയ്ത് തുടങ്ങാം. ഈ കോർണറിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തിട്ട് മുകളിലേക്ക് എടുക്കുമ്പോഴത്തേക്കും താഴെ നിന്ന് കട്ട് ചെയ്ത് തുടങ്ങി മുകളിലേക്ക് അവിടെ ഒരു 1/2 ഇഞ്ച് വരത്തക്ക രീതിയിലേക്ക് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ആ പീസിനെ അങ്ങ് മാറ്റുക. ഇപ്പോൾ ഒരു പീസ് റെഡിയായി. ഇനി നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ താഴെ നിന്ന് ഒരു 1/2 ഇഞ്ച് വിഡ്ത്ത് ഇങ്ങോട്ട് എടുത്തിട്ട് അത് സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങോട്ട് കട്ട് ചെയ്താൽ മതി. അപ്പോൾ ആ കോർണറിലേക്ക് നമുക്കത് അങ്ങനെ തന്നെ കിട്ടും. അത് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ കോർണറിലേക്ക് എത്തും. പിന്നെ അതുപോലെ തന്നെ ഇനി കോർണറിൽ നിന്ന് മുകളിലൊരു 1/2 ഇഞ്ച് വിട്ടിട്ട് ഇങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുക. അത് 1/2 ഇഞ്ചിന്ന് ഏകദേശം പറഞ്ഞതാണ്. അപ്പോൾ കറക്റ്റായിട്ട് വേണമെന്നൊന്നുമില്ല. നമുക്ക് ഇതുപോലെ എളുപ്പത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇവിടെ നിന്ന് കോർണർ കട്ട് ചെയ്യുക, പിന്നെ ഇങ്ങോട്ട് ഒരു 1/2 ഇഞ്ച് മാറ്റിയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യുക. അങ്ങനെ എടുക്കാം നമുക്ക്. എന്നിട്ട് നമ്മൾ ഒരു കോട്ടൺ ബോൾസ് ഉണ്ടാക്കിയെടുക്കണം. ചെറിയ ബോൾസ് വേണേ. ഇതിപ്പോൾ നമ്മുടെ നെല്ലിൻ്റെ പൂക്കതിര് അതുപോലെയാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അതുപോലെ ഒരു സ്റ്റെമ്മാണ് ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ നമ്മൾ കുറച്ചധികം ബോൾസ് ഉണ്ടാക്കി വയ്ക്കുക. ഇതുപോലെ പെറ്റൽസും ഒത്തിരി നമ്മൾ കട്ട് ചെയ്തിട്ടിട്ട് അങ്ങ് ചെയ്യണം. എന്നിട്ട് പതുക്കെ ആ വിഡ്ത്ത് കൂടിയ ഭാഗം പതുക്കെ ഇങ്ങോട്ട് വലിച്ചിട്ട് ഇതിനെ ഒന്ന് ഈ കോട്ടൺ ഉള്ളിൽ വെച്ചിട്ട് 2 സൈഡിലേക്കും ഫോൾഡ് ചെയ്തെടുക്കുക. നമുക്ക് താഴെ കുറച്ച് ഏരിയ വിടണം കേട്ടോ. നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യാനുള്ളൊരു ഏരിയയാണത്. താഴെ കുറച്ച് ഭാഗം ഒന്ന് വിട്ടിട്ട് ആ ഭാഗം നമ്മൾ ഒരു കൈ കൊണ്ട് ട്വിസ്റ്റ് ചെയ്ത് വെക്കുക. മറ്റേ മുകളിലും ട്വിസ്റ്റ് ചെയ്ത് അങ്ങോട്ട് എടുക്കണം. നമ്മളിതിന് ഗ്ലൂ ഒന്നും ആവശ്യമില്ല, ചുമ്മാ ട്വിസ്റ്റ് ചെയ്ത് വെക്കുന്നേ ഉള്ളൂ. ഇതുപോലെ ഒത്തിരി പീസ് നമുക്കങ്ങ് ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ ഫിനിക്സ് പേപ്പർ എന്ന് പറയും, ഇതിനെ ഡ്യൂപ്ലെക്സ് പേപ്പർ എന്ന് പറയും, പിന്നെ ക്രേപ്പ് പേപ്പർ. ഇപ്പോൾ എന്താണെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ ക്രേപ്പ് പേപ്പറാണ്. ഇത് കുറച്ച് വലിയ ടൈപ്പ് പേപ്പർ നോക്കിയെടുക്കണേ. ഇതിപ്പോൾ ഞാൻ ഒത്തിരി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമ്മൾക്ക് ഇതിനെ ഇനി സെറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ ബാംബൂ സ്റ്റിക്ക് എടുത്താൽ മതി. അതല്ലെങ്കിൽ നമ്മൾക്ക് ബ്രൂം സ്റ്റിക്കാണെങ്കിലും കുറച്ച് കട്ടിയുള്ള ഏരിയ നോക്കി എടുത്തിട്ട് അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് ഞാൻ ഇതിനെ ഈ അറ്റത്തേക്ക് കൊണ്ടുവന്നിട്ട് നമുക്കിതിനെ ഇവിടെ കെട്ടി കൊടുക്കാനുണ്ട്. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് പീസ് പതുക്കെ ഒന്ന് അതിനെ ഓപ്പൺ ചെയ്തിട്ട് സ്റ്റിക്കിൻ്റെ അറ്റം അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കും. അത് നന്നായിട്ട് അവിടെ ഒന്ന് ഉറച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ ത്രെഡ് വെച്ചിട്ട്, അപ്പോൾ ഞാൻ യെല്ലോ ത്രെഡ് തന്നെ എടുത്ത്, കാരണം നമ്മൾ യെല്ലോ കളറിൽ ചെയ്യുന്നത് കൊണ്ട് യെല്ലോ ത്രെഡ് തന്നെ എടുത്ത്. ഇപ്പോൾ വൈറ്റ് ആണെങ്കിൽ വൈറ്റ് ത്രെഡ് എടുക്കുക. ഗ്രീൻ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും. എന്നിട്ട് ഓരോന്നും നമുക്കിതുപോലെ കെട്ടി കൊടുക്കാം. അത് നോട്ടിട്ട് തന്നിട്ട് അടുത്ത പീസിന് വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ അടുത്ത പീസ് വയ്ക്കുമ്പോൾ ആ ബഡിൻ്റെ താഴെ വരത്തക്ക രീതിയിൽ, ഈ ബഡ് മുകളിൽ വെച്ചതിൻ്റെ താഴെ വരുന്ന രീതിയിലേക്ക് വെച്ച് കൊടുത്താൽ മതി. അത്ര ശ്രദ്ധിച്ചാൽ മതി.
അടുത്ത പീസിന് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ വരുന്ന രീതിയിൽ അങ്ങനെ നമുക്ക് ചുറ്റി മുഴുവനും അങ്ങനെ അങ്ങോട്ട് കെട്ടിയെടുക്കാം. ഇനി ഓരോന്നിനും ഒട്ടിടണമെന്നില്ല, നമുക്കിങ്ങനെ ചുറ്റി കൊടുത്താൽ മതി. നല്ലോണം ചുറ്റണം കേട്ടോ, കുറച്ചധികം താഴോട്ടും മുകളിലോട്ടൊക്കെ ആയിട്ട് ചുറ്റി വെച്ചിട്ട് നന്നായിട്ട് അത് ഉറച്ചിരുന്നോളും, കുഴപ്പമില്ല. നമുക്ക് ഇതിനും ഗ്ലൂവിൻ്റെ ആവശ്യമൊന്നുമില്ല. അടുത്ത പീസ് ഞാൻ ആ മുകളിലേക്ക് കയറ്റി ആ ഗ്യാപ്പിൽ വെച്ച് കൊടുത്തു. അത് നമ്മളിങ്ങനെ ചുറ്റി വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എവിടെ വെക്കേണ്ടതെന്നുള്ളത്. അത് ചെയ്തു വരുമ്പോൾ നമുക്ക് തനിയെ വന്നോളൂ അത് എവിടേക്കാണ് നമുക്ക് വെക്കേണ്ടി വരിക എന്നുള്ളത്. താഴോട്ട് വരുന്തോറും നമുക്ക് ചുറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുന്ന നേരം ഇങ്ങനെ മുകളിൽ ഒതുക്കി പിടിച്ചിട്ട് നൂലിനെ ചുറ്റി എടുത്താൽ മതി. ഏറ്റവും താഴേക്ക് വരാൻ നേരത്ത് ഇങ്ങനെ ഒരു പീസ് വെച്ചിട്ട് നമ്മൾ ബാക്ക് സൈഡിൽ കൂടി ഇങ്ങനെ അങ്ങോട്ട് ചുറ്റി കൊടുത്താൽ മതി. കാരണം പിന്നെ അത് മുകളിൽ കൂടെ ചുറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ലാസ്റ്റ് നമ്മൾ കുറച്ചധികം അങ്ങനെ നല്ലോണം നൂല് ചുറ്റി നമുക്ക് ഇഷ്ടമുള്ള അത്രയും ലെങ്ത്തിലോട്ട് എടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഇത്ര തന്നെ വേണമെന്നൊന്നുമില്ല, കുറച്ച് ഇതിൻ്റെ പകുതി മതിയെങ്കിൽ അങ്ങനെ മതി, എങ്ങനെയായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇത്രയും ലെങ്ത്തിലോട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ ലെങ്ത്ത് കൂട്ടുന്നവരതിന് ഭംഗി ഉണ്ടാവും, പക്ഷേ ബുദ്ധിമുട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചാലും കുഴപ്പമൊന്നുമില്ല. വെച്ചാൽ നമുക്കൊരു 3-4 ഒരുമിച്ച് വെച്ച് അങ്ങ് അറേഞ്ച് ചെയ്ത് വെക്കാമല്ലോ. ലാസ്റ്റ് ഒന്ന് കെട്ടിട്ട് കൊടുക്കാം. അപ്പം ഞാനത് താഴെ കൂടി എടുത്തങ്ങ് കെട്ടിട്ട് കൊടുത്തു. മുകളിൽ കൂടി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വന്നപ്പോൾ അതുകൊണ്ട് താഴെ കൂടി എടുത്തു. അപ്പോൾ നമുക്ക് സ്റ്റെം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ട വെച്ചാൽ ഇതും ക്രേപ്പ് പേപ്പർ തന്നെയാണ്. ഇത് കുറച്ച് തിന്നായിട്ടുള്ള ക്രേപ്പ് പേപ്പറാണ്. അപ്പോൾ ഇതെടുത്തിട്ട് നമ്മൾക്ക് അതിൻ്റെ സ്റ്റെം കൊടുക്കാൻ വേണ്ടി എടുത്തതാണ്. പിന്നെ നമ്മൾക്ക് അതിനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് വേണേ ഇങ്ങനെ മടക്കി തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ സ്റ്റെപ്പ് ഉണ്ടാക്കിയെടുക്കുക. അപ്പം അത് അവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾക്ക് ലീഫിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ എടുത്ത ഫിനിക്സ് പേപ്പർ തന്നെ എടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് നമ്മൾക്ക് ചെറിയൊരു ഷേപ്പിലേക്ക് അങ്ങ് കട്ട് ചെയ്തെടുക്കുക. ലീഫിൻ്റെ ഒരു ലെങ്ത്തായിട്ടുള്ളൊരു ലീഫ് എടുക്കാം നമുക്ക്. ആക്ച്വലി അതിന് ലീഫിൻ്റെ ആവശ്യമൊന്നുമില്ല, പിന്നെ ഞാൻ എടുത്തതേ ഉള്ളൂ ഒരു ലീഫിൻ്റെ ഷേപ്പിലേക്ക്. അത് സെയിം കളർ തന്നെ നമുക്ക് എടുക്കണമായിരിക്കും ഭംഗി. ഇതുപോലെ ലെങ്ത്തിൽ ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ 2 പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് സിസേഴ്സ് വെച്ച് പതുക്കെ ഇങ്ങനെ കൊണ്ട് വളച്ചു കൊടുക്കാം. അതിന് ഇനി അങ്ങോട്ട് വലിച്ചാൽ മതി, അപ്പോൾ അത് വളഞ്ഞിരുന്നുള്ളൂ. ഇത് നമുക്ക് ഫെവിക്കോൾ എടുത്തിട്ട്, ഫെവിക്കോൾ അല്ലെങ്കിൽ വൈറ്റ് ഗ്ലൂ ഏതായാലും മതി, നമുക്ക് ഈ പീസിലേക്ക് പതുക്കെ കുറച്ച് ഗ്ലൂ ഇട്ട് അതിന് നമ്മൾക്ക് സ്റ്റെമ്മിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം.
നമ്മളിപ്പോൾ ഗ്രീൻ ടൈപ്പാണ് സാധാരണ ചുറ്റണത്, അതിന് പകരമായിട്ട് നമ്മളിപ്പോൾ ക്രേപ്പ് പേപ്പർ കട്ട് ചെയ്ത് ഇതുപോലെ നമുക്ക് ചുറ്റി കൊടുക്കാം. ഇടയ്ക്ക് വെച്ചാൽ ലീഫിനെ നമുക്ക് അങ്ങോട്ട് അറ്റാച്ച് ചെയ്തിട്ട് അതിനെ കുറച്ച് ഗ്ലൂ ഇട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് അതിനെ അങ്ങോട്ട് അറ്റാച്ച് ചെയ്ത് പിന്നെ അതങ്ങ് ചുറ്റി ചുറ്റിയും കൊടുക്കാം. അതൊന്ന് ഡ്രൈ ആയിട്ട് പതുക്കെ ഒന്ന് ചുറ്റിയാൽ മതി കേട്ടോ, കാരണം അല്ലെങ്കിൽ അത് പെട്ടെന്ന് കുറച്ചൊന്ന് ഡ്രൈ ആയിട്ട് എടുത്താൽ മതി, അല്ലെങ്കിൽ അത് അവിടെ നിന്ന് ഇങ്ങനെ കട്ടായി പോയിടും കൂടെ. എന്നുവെച്ചാൽ ആ ചുറ്റുന്ന ക്രേപ്പ് പേപ്പർ കുറച്ച് തിന്നായതുകൊണ്ടേ ഫെവിക്കോൾ വല്ലാണ്ടായിട്ടുണ്ടെങ്കിൽ അത് കീറിപ്പോവും. അതിൻ്റെ മുകളിലേക്ക് ഒന്നുകൂടെ കയറ്റി ഒന്ന് ചുറ്റിയാൽ മതി. ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ചുറ്റി എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇപ്പോൾ അറേഞ്ച് ചെയ്ത് വെക്കാൻ നല്ല ഭംഗിയാട്ടോ. നമുക്ക് കുറച്ച് ശരിക്കും പറഞ്ഞാൽ സ്റ്റിക്ക് കുറച്ചും കൂടെ നീളത്തിലേക്ക് എടുക്കണമെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും, പക്ഷേ കുറച്ച് സമയം എടുക്കണ്ടേ. ഇപ്പോൾ ഞാനത് പല പല സ്റ്റിക്കായിട്ട് എടുത്തത്. അപ്പോൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാം നമുക്ക്. ഇതെങ്ങനെയുണ്ട്? വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ചെയ്യാൻ, എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.